കഥ മണലാരണ്യത്തിലെ പൊന്ന്. മണലാരണ്യത്തിലെ പൊന്നിനായി അയാൾ യാത്ര തിരിച്ചു. നാടും വീടും ഉപേക്ഷിച്ച് യാത്ര തിരിക്കുമ്പോൾ ഒന്നേയും ചിന്തയിലുണ്ടായിരുന്നുള്ളൂ, കുടുംബം. തൻ്റെ കുടുംബത്തിന് വേണ്ടി കത്തിയെരിയുന്ന ചൂടിനെ വകവയ്ക്കാതെ അയാൾ പണിയെടുത്തു. നാളെയുടെ നല്ല പുലരികളെ സ്വപ്നം കണ്ടു. തിരിച്ചുവരവിൻ്റെ നല്ല നാളുകൾ അയാൾക്കേറെ പ്രതീക്ഷകളായിരുന്നു. നല്ല ഒരു വീട്, തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഭാര്യയും മക്കളും കുടുംബക്കാരും. അങ്ങനെ ഓരോ ദിവസങ്ങളും അയാളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുകയും അവയ്ക്ക് പറക്കാനുള്ള ഊർജം സ്വയം സമ്പാദിക്കുകയുമായിരുന്നു. ഓരോ പ്രവാസിയും കാണുന്ന സ്വപ്നവും ഇതുതന്നെയാവണം, അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അവധിക്കെത്തുന്ന നല്ല നാളുകൾ മനസ്സിലിട്ട് ഓർമ്മിക്കുമ്പോൾ അടുത്ത അവധിയും ഓർത്ത് ഊർജ്ജസ്വലതയോടെ പണിയെടുക്കുക പതിവായിരുന്നു. എപ്പോഴോ അയാൾക്ക് അയാളുടെ ജോലി നഷ്ടമായി. നാട്ടിലേക്ക് തിരിച്ചു. സാരമില്ല, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് സന്തോഷത്തോടെ കഴിയണം. അതുമാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. രാത്രി വൈകി നാട്ടിലെത്തിയ നേരത്ത് പാതി ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന കുടുംബക്കാർക്കൊന്നും ഒരു ഉത്സാഹവും കണ്ടില്ല. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നതാവാം കാരണം. രാവിലെ ശരിയാവും. അയാൾ സമാധാനമായി തന്നെ ഉറങ്ങി. നേരം പുലർന്നു. എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിലൊന്നും തന്നെ കാണുന്നില്ലേ എന്ന തോന്നൽ അയാൾക്ക് അനുഭവപ്പെട്ടു. ആർക്കും ഒന്നും പറയാനും ചോദിക്കാനുമില്ലായിരുന്നു. തീർത്തും ഒറ്റപ്പെട്ടവനെ പോലെ നിൽക്കേണ്ടി വന്നപ്പോൾ മണലാരണ്യത്തിലെ ചൂടിനേക്കാളേറെ ചൂട് അയാൾക്ക് അനുഭവപ്പെട്ടു. ഇനിയെന്താ പ്ലാൻ? ഭാര്യയുടെ ഗൗരവമുള്ള ചോദ്യം. എന്താ? എന്തെങ്കിലും ചെയ്യണം, അയാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനാ? അല്പവും ഗൗരവം നിറഞ്ഞ ചോദ്യമായിരുന്നു ഭാര്യയുടേത്. ഒരു തൊഴിലിനായി ആരെ സമീപിക്കും? അറിയില്ല. ആര് തരും? അതും അറിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ജോലിയില്ലായ്മയും കുടുംബാംഗങ്ങളുടെ അവഗണനയും കൂടിക്കൊണ്ടിരിക്കുന്നു. മക്കളുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുന്നു. പഠിപ്പ്, വസ്ത്രം, ആർഭാടമായ ജീവിതം ഒന്നും നടക്കാതെ വരുന്നു. വീട്ടിലെ ചിലവുകൾ കൂടി ആയതോടെ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. മണലാരണ്യത്തിലേക്ക് തിരിച്ചുപോയി പൊന്നുകൊണ്ടുവന്നേയും തീരൂ എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ മണ്ണായി തീരുവോളം താൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായി പോകും. മണലാരണ്യത്തിലെ പൊന്നിനായി ഞാൻ ഇനിയും യാത്ര പുറപ്പെട്ടേ മതിയാവും. ആ പൊന്നിനോളം വില തനിക്കില്ല. ഇനിയൊരു മടക്കം തനിക്കില്ല എന്നയാൾ ഉറപ്പിച്ചു. രാവും പകലും ആർക്കോ വേണ്ടിയെന്ന പോലെ പണിയെടുത്തു. ഒരു തിരിച്ചുവരവിൻ്റെ സ്വപ്നങ്ങൾ അയാളിൽ ഉണ്ടായില്ല. പ്രതീക്ഷ അസ്തമിച്ചവനെ പോലെ ഓരോ ദിനവും തള്ളി നീക്കി. വെന്തുരുകുന്ന ചൂടിലൂടെ നടന്നു നീങ്ങിയ അയാൾ ഒരു നാൾ മണ്ണിൽ കുഴഞ്ഞു വീണു. സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരെ കാണാനോ ജനിച്ച നാട്ടിൽ തിരിച്ചെത്താനോ കഴിയാതെ ആ മണലാരണ്യത്തിൽ ബോധമറ്റ് കിടന്നു. ഒരു തുള്ളി ദാഹജലം നൽകാൻ താൻ ചോരനീരാക്കി വളർത്തിയ മക്കളോ ഉറ്റവരോ ഉടയവരോ ഇല്ലാതെ അയാൾ യാത്രയായി. ഒറ്റപ്പെട്ടു പോകുന്ന ഓരോ പ്രവാസിയും നൽകുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. അത് കാണാതെ പോകുന്നവരുടെ മനസ്സ് നിറയെ മണലാരണ്യത്തിലെ പൊന്നിനായി കാത്തുകിടക്കുന്നു. അത് വിളയിക്കുന്നവനെ ഓർക്കാതെ ആ പൊന്നിനായി കാത്തുകിടക്കുന്നു.